ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ മറ്റൊരാളുടെ ശരീരത്തെയോ സൗന്ദര്യത്തെയോ ശരീരഭാഗങ്ങളെയോ വർണ്ണിക്കുന്നതോ അല്ലെങ്കിൽ മോശകരമായി അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുന്നതോ ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ള ബോധ്യം ഇന്നത്തെ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നതാണോ ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത്? അതിൻ്റെ നിയമ നടപടികൾ എങ്ങനെയായിരിക്കാം നമുക്ക് നിയമ സംവിധാനത്തെ സമീപിക്കാൻ കഴിയുന്നത്? ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള കുറ്റമായി അതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഈ വെർബൽ റേപ്പിനെ? നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൈബർ ഇടങ്ങളിൽ എല്ലാ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എവിടെ ഇരുന്ന് ലോകത്തുള്ള ഏത് ഭാഗമായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് അവിടെ പലരും മുഖമില്ലാതെ വരികയും അതിൽ പെട്ടെന്ന് പിടിക്കപ്പെടാതെ പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിപ്പം വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നേരത്തെ അദ്ദേഹം റിട്ടയർഡ് SP പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള സംഭവങ്ങൾ പലർക്കും അറിവില്ലായ്മയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു കേസ് വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഗോപി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ട് എഴുതുകയും അത് ലൈക്ക് ചെയ്യുകയും അതുപോലുള്ള കമന്റുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തവർ പെട്ടെന്ന് സൈലന്റ് ആയി എന്നുള്ള ഒരു ന്യൂസാണ് കണ്ടത്. ഈ നിയമം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, എല്ലാ തലങ്ങളിലും. അതില് പെട്ടെന്ന് ഈ ഹറാസ്മെന്റ് എന്ന് തോന്നുന്ന ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് ബോഡി ഷേമിങ് ആകാം. ബോഡി ഷേമിങ് കൂടാതെ പുരുഷന്മാരുടെ പേരിലും ആകാം. അത് ചില സന്ദർഭങ്ങളിൽ നേരത്തെ നമ്മളൊരു സംഭവം കണ്ടത് ഏജിന്റെ കാര്യത്തിൽ, വിവാഹത്തിന്റെ സമയത്തുള്ള ഏജിന്റെ പേരിൽ ഉള്ള ബുള്ളിങ് ആകാം, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ഒരു ഹരാസ്മെന്റ് നമ്മൾ കണ്ടു. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാ തലങ്ങളിലും കൂടി പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്, പുതിയതായിട്ടുള്ള മീഡിയത്തിൽ കൂടി ഇത് വരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പടരുന്നത്. നേരത്തെ ഒരു ആളുകൾ കൂട്ടം കൂടി ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങള് ചായക്കടയിൽ ഇരുന്ന് ആരുടെങ്കിലും കുറ്റം പറയുന്നത് ഇതിപ്പോൾ ഒരു ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വേറെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴും നിയമ സംവിധാനം, പഴയ നിയമങ്ങളുണ്ട്. പഴയ നിയമങ്ങൾ കൂടാതെ പുതിയ സംവിധാനത്തിലൂടെ പുതിയ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നവരെ പിടിക്കാൻ കൂടെയുള്ള ഒരു സംവിധാനം. അത് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കോൺസിക്വൻസ് ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അദ്ദേഹം പറഞ്ഞോട് ഞാൻ യോജിക്കുകയാണ്, ബെയിലില്ലാതെ പോകുന്നത് മാത്രമല്ല, പെട്ടെന്ന് പിടിക്കപ്പെടുകയും അത് വിചാരണ നടന്ന് അതിലൊരു ശിക്ഷയോ അല്ലെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്യാത്ത ആളാണെങ്കിൽ വിട്ടുപോരാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അത് പെട്ടെന്ന് വേണം. പെട്ടെന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു പെട്ടെന്ന് ഒരു 3 മാസത്തിനകത്ത് കേസ് നടക്കും. കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ 1 വർഷത്തിനകത്ത് ശിക്ഷ ഉറപ്പാണെന്നുണ്ടെങ്കിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും. പിന്നെ ഇതിന് ഇരയായവർക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാവുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അടുത്ത അതിഥി ശീതൾ ശ്യാം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഇൻഫർമേഷൻ തരാൻ കഴിയും. കാരണം ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ പരസ്പരം ആക്രമിക്കുന്നത്. ഭരണഘടനയിൽ പ്രത്യേക അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും അതിന്റെ പരിധി വിട്ടുപോകാതിരിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൂടെയുള്ള ഒരു വ്യക്തിയെ തുല്യരായിട്ട് കാണാതിരിക്കുക. അത് സെക്സിന്റെ പേരിലോ ജെൻഡറിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ സാമ്പത്തിക സ്ഥിതിയുടെ പേരിലോ ഒക്കെ ഒരാളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് തുല്യതയില്ലാത്ത രീതിയിൽ മനുഷ്യർ പരസ്പരം സാഹോദര്യത്തോടുകൂടി സൗഹൃദത്വം ഉണ്ടാകേണ്ട ഒരു ജനാധിപത്യ രാജ്യത്ത് അതില്ലാതെ പെരുമാറുന്നത് അത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയാൻ ഒക്കില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നില്ല. വേറൊരാളെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള അഭിപ്രായം അത് ആ സ്വാതന്ത്ര്യത്തിൽ വരുന്നില്ല. ഇപ്പൊ ജനറൽ കമന്റ് പോലെയല്ല വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായത്, അതുകൊണ്ട് ഉദാഹരണത്തിന് ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ആ മതത്തെയോ അല്ലെങ്കിൽ ജാതിയെയോ മാത്രമായിട്ട് എടുത്ത് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇപ്പോൾ ആൾപ്പെടെ ഉള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അവരുടെ അട്രോസിറ്റീസ് അത് പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാതി ചുവയുള്ള പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ കോടതിയിൽ പോകാനുള്ള സംവിധാനമുണ്ട്. വേറെ പല അതേപോലെ തന്നെ ഹരാസ്മെന്റ് അനുഭവിക്കുന്നവരുണ്ട്. ഈ ജാതിയുടെ പേരിലാകാം. ചിലപ്പോൾ നമ്മള് ഹൈക്കോടതിയിൽ വരെ ചില കേസുകൾ വരുമ്പോഴും പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയക്കാർക്കൊക്കെ എതിരെയാകുമ്പോൾ അവര് സാധാരണഗതിയിൽ കോടതിയിൽ കേസുമായിട്ട് പോകാറില്ല. പക്ഷെ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പോലും ജാതിയുടെ പേരിലൊക്കെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാനസിക സ്ഥിതിയിൽ നിന്ന് മാറണമെങ്കിൽ
അഭിപ്രായ സ്വാതന്ത്ര്യം വേറൊരാളെ താഴ്ത്തിക്കെട്ടാനുള്ള അവകാശമല്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി സ്ട്രോങ് ആയിട്ട് വരേണ്ടതുണ്ട്. ശരി. അതിന് നിയമ സംവിധാനം കുറെ കൂടി ശക്തിപ്പെടണം.